ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് കോവയ്ക്ക് വെച്ചിട്ടൊരു ഉലർത്ത് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കോവയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ സവാളയോ എടുക്കാം കേട്ടോ. ഞാനൊരു സവാളയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 3-4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, പിന്നെ ഒരു തണ്ട് കറിവേപ്പില, ഇതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് രുചികരമായിട്ടുള്ള ഒരു കോവയ്ക്ക ഉലർത്ത് തയ്യാറാക്കാം. അപ്പോൾ കോവയ്ക്ക ഉലർത്ത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കടുകും കൂടി ചേർത്ത് കൊടുത്തിട്ട് കടുക് നന്നായിട്ട് പൊട്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. കടുക് നന്നായിട്ട് പൊട്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ചേർത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇന്ന് നല്ലൊരു തെളിഞ്ഞ കാലാവസ്ഥയാണ് കേട്ടോ. ഇത്രയും ദിവസം നല്ല മഴയായിരുന്നു. അപ്പോൾ മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. അപ്പം നല്ല വെയിൽ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ ഉള്ളി, വെളുത്തുള്ളി, സവാള എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും ഒക്കെ നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി 1/4 ടീസ്പൂൺ മതിയാവും കേട്ടോ. അതിന് ശേഷം നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കണം. അപ്പോൾ അതുകൊണ്ട് ആ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേനും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്കിതെല്ലാം കൂടിയിട്ടൊന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് മൂടി വെച്ച് ചെറു തീയിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതൊരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടോ. അപ്പം ഞാനൊന്നുകൂടി ഇത് തുറന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് 3 മിനിറ്റൊക്കെ കൂടുമ്പോൾ ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനിയും നമുക്കൊന്നുകൂടെ മൂടി വയ്ക്കാം. അപ്പോൾ ഞാൻ ലഞ്ചിനുള്ള കറികളൊക്കെയാണ് കേട്ടോ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരിടപ്പത്ത് ബീഫ് കറിയും കൂടെ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ ഇങ്ങനെ വെള്ളം വറ്റാനായിട്ട് ഞാൻ ഇട്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ കോവയ്ക്ക ഉലർത്തിയത് തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് മൂടി തുറന്നൊന്ന് നോക്കാം. ഇപ്പോൾ കോവയ്ക്ക നല്ല ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ മൂടി തുറന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയുണ്ടായിരുന്നു, അരപ്പൊന്നും അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നന്നായിട്ട് കോവയ്ക്ക ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ കോവയ്ക്ക ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ചട്ടിയുടെ ചൂടിലിരുന്ന് ഒന്നും കൂടി ഇത് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും.
ഫൈനലി നമുക്കിതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ കോവയ്ക്ക ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് നേരം കൂടി ഈ ചൂടുള്ള ചട്ടിയിലിരിക്കുമ്പോൾ ഒന്നുകൂടി നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.